ജില്ലാ സെക്രട്ടറി ആയപ്പോഴും ഒക്കെ നല്ല അടുത്ത ബന്ധം വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഏറ്റവും വിനയാന്യതനായിട്ടുള്ള, ഏറ്റവും ജനകീയനായിട്ടുള്ളൊരു നേതാവാണ്. ഈ കോട്ടയം ജില്ലയിൽ പാർട്ടി കെട്ടിപ്പടുക്കാൻ, പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുമുള്ള ഒരു ശക്തിയായിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാം സഖാവിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ നിര്യാണം, രോഗം ബാധിച്ച് രോഗവിമുക്തനായി വരുമ്പോഴാണ് ഹൃദ്രോഗം ബാധിച്ചത്. ഒരു വലിയ നഷ്ടം തന്നെയാണ് പാർട്ടിക്ക്. എല്ലാ രംഗങ്ങളിലും ജനകീയനായി എല്ലാവരുടെയും സ്നേഹാദരവുകൾ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു നല്ല സഖാവായിരുന്നു. ഇനിയും എത്രയോ കാലം നമ്മളോടൊപ്പം ജീവിക്കേണ്ടിയിരുന്ന ഒരു സഖാവാണ്. ഇത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുള്ള നഷ്ടം പോലെ തന്നെ പാർട്ടിക്കും ഒരു വലിയ നഷ്ടമാണ്. ഈ കോട്ടയം ജില്ലയിലെ സഖാക്കളെ നയിക്കുന്നതിൽ ധീരമായ നേതൃത്വം കൊടുക്കുകയും എല്ലാ വർഗ ബഹുജന സംഘടനകളെയും കാലോചിതമായി തന്നെ വളർത്തിയെടുക്കാൻ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി ഈ കോട്ടയത്തെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ തന്നിൽ അർപ്പിതമായ ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സഖാവിൻ്റെ വേർപാട്. പാർട്ടിക്ക് കനത്തൊരു ക്ഷീണം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള സഖാക്കളും പാർട്ടിയാകുകയും ആ കുറവ് പരിഹരിച്ചെടുക്കാൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ് സഖാവ് റസലിനോട് നമുക്കിനി നിർവഹിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം ആഗ്രഹിച്ച ഒരു ശക്തമായ വിപ്ലവ പ്രസ്ഥാനം കോട്ടയത്ത് കെട്ടിപ്പടുത്ത് വളർത്തിയെടുക്കുക, കോട്ടയത്ത് ഒന്നാമത്തെ പാർട്ടിയായി CPM-നെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്ന് ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളതാണ് സഖാക്കളോട് അഭ്യർത്ഥിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അങ്ങേറ്റത്തെ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തിൻ്റെ വേർപാട് ദുഃഖം അനുഭവിക്കുന്ന എല്ലാ സഖാക്കളോടൊപ്പം ഞാനും പങ്കുചേരുന്നു, എൻ്റെയും ദുഃഖം രേഖപ്പെടുത്തുന്നു.